അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാളെ നടക്കാൻ പോകുന്ന തജ്വീദിൻ്റെ മോഡൽ പേപ്പറാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിലവിലെ സിലബസ് മാറിയതുകൊണ്ട് പേപ്പറൊന്നും ലഭ്യമല്ല. നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. 1. ശരി അടയാളപ്പെടുത്തുക. ഇവിടെ കൊടുത്ത ചോദ്യത്തിൻ്റെ ആൻസർ ഇതിലേതാണെന്നുണ്ടെങ്കിൽ അതിന് ടിക്ക് ചെയ്യാം. 1. എല്ലാറ്റിനും മതിയാകുന്ന രണ്ട് ആയത്തുകൾ. എല്ലാത്തിനും മതിയാകുന്ന രണ്ട് ആയത്തുകൾ ഏതാണ്? ഓപ്ഷൻ ആയത്തുൽ കുർസി, 2 ആമന റസൂൽ, 3 സൂറത്തുൽ ഇഖ്ലാസ്. ശരിയായത് ആമന റസൂൽ. 2 വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഓതേണ്ട സൂറത്ത് ഏതാണ്? ആയത്തുൽ കുർസി എന്നുണ്ട്, ആമന റസൂൽ എന്നുണ്ട്, സൂറത്തുൽ കഹ്ഫ് എന്നുണ്ട്. ശരിയായത് ആയത്തുൽ കുർസിയാണ്. 3 അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു തരും. ആർക്കാണ്? സൂറത്തുൽ കഹ്ഫ് ഓതുന്നവർക്കാണോ? സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്കാണോ? സൂറത്ത് യാസീൻ ഓതുന്നവർക്കാണോ? അത് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്കാണ്. 4 പതിവാക്കിയാൽ ദാരിദ്ര്യം നീങ്ങും. അങ്ങനത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ മുൽക്ക് എന്നുണ്ട്, സൂറത്തുൽ കഹ്ഫ് എന്നുണ്ട്, സൂറത്തുൽ വാഖിഅ എന്നുണ്ട്. ശരിയായത് സൂറത്തുൽ വാഖിഅ. 5 ജുമുഅ ദിവസം ഓതേണ്ട സൂറത്ത്. സൂറത്തുൽ കഹ്ഫ് എന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്ത് യാസീൻ. നമുക്കറിയാം സൂറത്തുൽ കഹ്ഫാണ്. 6 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം ലഭിക്കും. അങ്ങനത്തെ ഏതാണ്? സൂറത്തുൽ വാഖിഅയാണോ, അതുപോലെ സൂറത്ത് യാസീനാണോ, അതുപോലെ സൂറത്തുൽ മുൽക്കാണോ? ശരിയായത് സൂറത്ത് യാസീനാണ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 1 ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം? തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. 1 ഹംസ്, 2 ഹാ, 3 ഐന്, 3 ഹാ, 4 ഹാ, 5 ഓയിന്, 6 ഹോ. ഈ 6 അക്ഷരങ്ങളാണ് കേട്ടോ. 2 ഇഖ്ലാബ് എന്നാൽ എന്ത്? ഇഖ്ലാബ് എന്ന് പറയുന്നത് എന്തിനാ? അതിൻ്റെ ഉത്തരം സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി മാറ്റി ഉന്ന ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത് കേട്ടോ. 3 ഖുർആൻ അല്പം പോലും ഹൃദയത്തിൽ ഇല്ലാത്തവൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചത് ഏതിനോടാണ്? അതിൻ്റെ ഉത്തരം ശൂന്യമായ വീട് പോലെയാണ്. അതായത് തകർന്നു പോയ പാഴ്വീടിനോടാണ്. ഇനി 4-മത്തത് ഇദ്ഗാമിൻ്റെ 2 ഇനങ്ങൾ. ഇദ്ഗാമിൻ്റെ 2 ഇനങ്ങൾ. 1 ഇദ്ഗാമും ബി ഗുന്നയുണ്ട്, മറ്റൊന്ന് ഇദ്ഗാമും ബിലാ ഗുന്നയുണ്ട്. 5 സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ ഏതെല്ലാം? 5 നിയമങ്ങളാണുള്ളത്. 1 ഇൽഹാർ, മറ്റൊന്ന് ഇദ്ഗാമും ബി ഗുന്ന, 3-മത്തത് ഇദ്ഗാമും ബിലാ ഗുന്ന, 4-മത്തത് ഇഖ്ലാബ്, 5 ഇഖ്ഫാ. ഇനി അടുത്ത പ്രവർത്തനമാണ് വേർതിരിക്കുക എന്നുള്ളത്. ബ്രാക്കറ്റിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് എഴുതാം. ഇഖ്ലാബ്. ഇഖ്ലാബിൻ്റെ ഉദാഹരണം മുകളിൽ കൊടുത്തതിലുണ്ട്. ഏതാണ്? കിറാമിൻ ബററ. ഷൈഇൻ ഖദീർ. ഇത് ഏതിൻ്റെയാണ്? ഇഖ്ഫാൻ്റെയാണ്. ഇഖ്ലാബിന് ആകെ ഒറ്റ അക്ഷരമുള്ളത് ബാ ആണ്. അപ്പോൾ ബായിൽ നോക്കിയാൽ മതി. സാക്കിനായ നൂനിനും തൻവീനും ശേഷം ബാ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഖ്ലാബാണ്. അപ്പോൾ ഇൻ കുൻതും എന്നുള്ളത് ഇഖ്ഫാ ആണ്. മിൻ ബഅദു അതേതാണ്? ഇഖ്ലാബാണ്. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതുക. ഖുർആൻ പാരായണം ആകർഷണീയവും മികച്ചതുമാകാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിന് ശ്രദ്ധിക്കേണ്ടത് അക്ഷരം കൃത്യമായി ഉച്ചരിക്കുകയും ശബ്ദ സൗന്ദര്യം പാലിക്കുകയും ചെയ്യുക.
മറ്റൊന്ന് മീമിലും നൂനിലും ഒന്ന ചെയ്യേണ്ടിടത്ത് അളവ് പാലിക്കുക. മറ്റൊന്ന് ദീർഘശബ്ദങ്ങൾ, അതായത് മദ്ദക്ഷരങ്ങൾ വരുന്നിടത്ത് കൃത്യമായി ദീർഘിപ്പിക്കുക. ഇനി അടുത്ത പ്രവർത്തനം ഓരോ ഉദാഹരണം വീതം എഴുതുക. ഒന്ന് ഇലഹാറിനൊരു ഉദാഹരണം എഴുതുക. ഏതും നമുക്ക് എഴുതാം. സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഉണ്ട്. അൻഅംത സുക്കുള്ള നൂനിന് ശേഷം ഐന് വന്നു, അല്ലെങ്കിൽ മൻ ആമന അത് വേണമെങ്കിൽ എഴുതാം. 2 ഇദ്ഗാമും ബി ഗുന്ന അതിന് മിൻ നിഅമത്തിൻ എന്ന് എഴുതുക. അതല്ലെങ്കിൽ വമൻ യഅമൽ സുക്കുള്ള നൂനിന് ശേഷം യാ വന്നു, വമൻ യഅമൽ ഏതെങ്കിലും എഴുതാട്ടോ. മറ്റൊന്ന് ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ ഇദാം ചെയ്യേണ്ടത്. അതിൽപ്പെട്ടതാണ് മിർ റസൂലിൻ. ഇനി അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കുക എന്നാണ്. ഇവിടെ വ അസ്വാതിഹ ബിലുഹൂനി അൽ ഖുർആന അൽ അറബി ഇഖ്റഉ എന്നുണ്ട്. അത് ഓർഡറിൽ എഴുതാം. ഇഖ്റഉൽ ഖുർആന ബി ലുഹൂനി അൽ അറബി വ അസ്വാതിഹ. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഒന്ന് നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഡാഷ് അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അവിടെ ഏതാണ്? നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം 15 അക്ഷരങ്ങളിൽ നിന്ന് ഒന്ന് വന്നാൽ ഇഖ്ഫാ ചെയ്യണം. 2 സുക്കൂനുള്ള നൂനിൻ്റെ അതേ ശബ്ദത്തിൽ ഉച്ചരിക്കുന്ന മറ്റൊന്നു കൂടിയുണ്ട്. അതാണ് ഡാഷ്, അതാണ് തൻവീൻ. 3 മസലുൽ മുഅ്മിനില്ലദി യഖ്റഉൽ ഖുർആന കൽ ഉതുറുജ്ജതി ഡാഷ്. അവിടെ പൂരിപ്പിച്ചു കൊടുക്കാം. കൽ ഉതുറുജ്ജതി തഉമുഹ ത്വയ്യിബുൻ വരീഹുഹ ത്വയ്യിബുൻ. 4 ഖുർആൻ പാരായണം ചെയ്യാത്ത കപടവിശ്വാസിയെ നബി തങ്ങൾ ഡാഷ് ഉപമിച്ചത്. ഏതിനോടാണ് ഉപമിച്ചത്? ആട്ടങ്ങയോടാണ് ഉപമിച്ചത്. അതിൻ്റെ രുചി ഡാഷ്, അതിന് ഡാഷ് ഇല്ല. അതിൻ്റെ രുചി കയ്പാണ്, അതിന് വാസനയുമില്ല. ഇനി അടുത്തത് വ്യക്തമാക്കുക. ഒന്ന് ഇഖ്ഫാ. എന്താണ് ഇഖ്ഫാ? അതിൻ്റെ ഉത്തരം സുക്കുള്ള നൂനിനും തൻവീനിനും ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ ശബ്ദം മറച്ചുവെച്ച് ഉന്നയോടുകൂടെ ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. 2 ഇൽഹാർ എന്ന് പറഞ്ഞാൽ സുക്കുള്ള നൂനിനും തൻവീനിനും ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങളായ ഹംസ്, ഹ, ഐന്, ഹ, ഗൈന്, ഹ, ഈ 6 അക്ഷരങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് വന്നാൽ വ്യക്തമായി ഉച്ചരിക്കുന്നതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. ഇദ്ഗാം ബി ഗുന്ന സുക്കുള്ള നൂനിനും തൻവീനിനും ശേഷം യാ, നൂന്, മീമ്, വാവ് എന്നീ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മണിക്കലോടുകൂടെ എന്ത് ചെയ്യണം? ചേർത്ത് ഓതുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇനി പൂരിപ്പിച്ച് അർത്ഥം എഴുതുക. വറത്തിലിൽ ഡാഷ് തർത്തീലൻ. എന്താണ്? വറത്തിലിൽ ഖുർആന തർത്തീലൻ. താങ്കൾ ഖുർആൻ സാവധാനത്തിലും നിയമങ്ങൾ പാലിച്ചും വ്യക്തമായും പാരായണം ചെയ്യുക. 2 മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനത്തു ബി അശ്രിൻ അംസാലിഹ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ആരെങ്കിലും ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവന് ഒരു നന്മയുണ്ട്. ഒരു നന്മക്ക് അതിന് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ അതോടുകൂടെ ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും.